ഈ അമ്മ ഇരിക്കുന്നില്ലേ, എന്താന്ന് വെച്ചാ ഞാൻ പറയട്ടെ, ഞങ്ങള് ഭയങ്കര സൺഡേ ആയിപ്പോയി. ഭയങ്കര വഴക്കുന്ന അങ്ങനെ ഇവളുടെ ഒരു ഷൂട്ടിങ്ങിന്. ഇല്ല ഞാൻ വരിശയായിട്ട് ഞാൻ കഥ പറയാം. ഞങ്ങളെ സൺഡേ തീർത്ത് വെച്ചത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളാണ്. ഞാൻ അതാണ് എന്താന്ന് വെച്ചാ, രാവിലെ ഈ സേവാ പുളിശ്ശേരി എന്ന് പറഞ്ഞൊന്നും ഉണ്ടാക്കില്ലേ, ശരി എന്തോ പുളിശ്ശേരി, അത് സോ അതൊന്ന് ഈ അമ്മ ഇരിക്കുന്നുല്ലേ, അന്നൊന്നും നോക്കി ഈ റെഡ് ചില്ലി ഇരിക്കുന്നുല്ലേ, കാഞ്ച റെഡ് ചില്ലി, അതിന്റെ പേരെന്തായിരുന്നു, വറ്റൽമുളക്, അതൊന്നും ഇട്ടു. ഞാൻ വന്ന് അത് കഴിച്ചപ്പോ ഒരേ എരി, മൂക്കെല്ലാം ഒരുമാതിരി ആയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ വീട്ടില് അമ്മയല്ല കുക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിയാണ് പാചകം ചെയ്തത്. ആ ചേച്ചി വന്ന് അയ്യോ അപ്പൊ വേറെ എന്തെങ്കിലും ചെയ്ത് തരട്ടെന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട അക്കാ, ഇപ്പൊ എയർപോർട്ടിന് ടൈമായി, സോ ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി കഴിക്കാന്ന്. ശരിന്ന് പറഞ്ഞ് ഞാൻ അമ്മ അടുത്ത് ചുമ്മാ ചോദിച്ചു, ഈ ഇതില് എന്തിനാ വന്ന് ഈ വറ്റൽമുളക് ഇട്ടേ, യൂഷ്വലി ഇടാറില്ലല്ലോ അങ്ങനെയൊന്നും. ഏതൊരു അമ്മയായാലും ആ ഇടത്തിൽ എന്ത് പറയും, ശരി എന്ത് പറയുന്ന, കുഴപ്പമില്ല, എയർപോർട്ടിന് ടൈമായി, അങ്ങനെ ആയിപ്പോയി, നമുക്കൊന്ന് എവിടെയെങ്കിലും പോയി കഴിക്കാം. എന്റെ പാട്ടി എന്റെ അമ്മമ്മ മരിച്ച് 5 വർഷമായി. അമ്മൂമ്മ ആ പാട്ടി ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടായിരുന്നു, നിപ്പ എന്താ കഴിച്ചാ കുഴപ്പമെന്ന് പറഞ്ഞു. അതൊന്ന് നിനക്കിത് പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു. അതായത് ഫുള്ള് ഈ അമ്മയുടെ മകളാന്ന് അമ്മ മറന്നിട്ട് എനിക്ക് എന്താണ് ഞാൻ അന്ന് ഭയങ്കര ഇത് വരെ ഞാൻ കരഞ്ഞു. അതാ ഇവളറിയില്ല, ഞാൻ ഇച്ചിരി കാന്താരി മുളകും കൂടി ഇട്ടായിരുന്നു. ഇല്ല, ഒരു ഗ്രേവിയിൽ തേവയില്ലാതെ കാന്താരി മുളക് വറ്റൽ മുളകല്ല എന്തിന് ഇപ്പൊ എന്നെ അത് കഴിച്ചാൽ ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എന്റെ മോൻ കഴിക്കാമെങ്കിൽ പിന്നെ നിനക്ക് കഴിക്കാൻ. ഇല്ല ഇതല്ല ഹൈലൈറ്റ്, ഇതോടെ ഇന്നൊരു ഹൈലൈറ്റ് ഉണ്ട്. നിന്നെ കൊണ്ട് ജീവിക്കുന്നത് വലിയ പാടാണ്. നിനക്കൊരു മോളുണ്ടായ ഞാൻ അതിന് നോക്കൂല. എന്നിട്ട് നിന്റെ അനിയൻ സൈലന്റ് ആയിട്ട് ഒന്ന് കഴിച്ചിട്ട് പോയി. പക്ഷെ നീ ഇങ്ങനൊക്കെ ചോദ്യം ചെയ്യും. പിന്നെ ഞാനൊരു പാവപ്പെട്ട പിഞ്ചു മനസ്സ്, ഞാനൊരു വറ്റൽമുളക് കഴിച്ചു, ഞാന് കരഞ്ഞു എയർപോർട്ടിൽ. ഇല്ല അമ്മ. എന്നിട്ട് അമ്മനെ ഞാൻ പറഞ്ഞു അമ്മ വരണ്ടാന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞു ഞാൻ വരില്ല, നിന്നെ പോലെ ഒരാളുടെ കൂടെ വരുവോ അങ്ങനെ പറഞ്ഞ അമ്മ തിട്ടിട്ട് അങ്ങനെ ഞാൻ കരഞ്ഞു ഒരുമാതിരി. എയർപോർട്ടില് ഈ ജീൻസ് പടത്തിലെ ഐശ്വര്യ എന്ന് പറഞ്ഞ പ്രശാന്തിനെ ആലോചിച്ച് കരയല്ലേ, എനിക്ക് അതോടെ ശോകമായ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓടി. ഞാൻ എന്റെ ചേച്ചി വിളിച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഒന്ന് കാണുവാ ശിവാംഗി എവിടെ നിന്ന്. പലരും ശിവാംഗിയുടെ ഫോട്ടോ